അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ബാക്കി ചോദ്യവും ഉത്തരവുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യ ചോദ്യം: മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ ആണ് ഈ പ്രദേശം. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ആണ് ഈ പാത കടന്നുപോകുന്നത്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായും ബന്ധിപ്പിക്കുന്നു. കിഴക്കു പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെയാണ്. 1853 നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 റെയിൽപാത നിലവിൽ വന്നത്. മെട്രോ സംവിധാനം നിലനിൽക്കുന്ന നഗരങ്ങൾ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിലാണ് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാൽ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാത പാർവതി പുത്തനാർ. വിമാനത്തിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1. 1903 ഡിസംബർ 17 ഫ്ലയർ 1 അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് പറന്നുയർന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് 1911 അലഹാബാദിൽ നിന്ന്. സുമേറിയക്കാരാണ് ആദ്യം എഴുത്തുവിദ്യ വികസിപ്പിച്ചെടുത്തത്. കുണിഫോം ലിപി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ആണ്. ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഉള്ള സംവിധാനം ഇ-കൊമേഴ്സ്. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടറുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്ന സംവിധാനമാണ് ടെലിമെഡിസിൻ. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. തീരപ്രദേശം ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ്. ലക്ഷദ്വീപിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് തീരപ്രദേശം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്,
എക്കൽ മണ്ണ്, വനമണ്ണ്. ചില പ്രദേശങ്ങളിൽ കറുത്ത മണ്ണും പീറ്റ് മണ്ണും കാണപ്പെടുന്നു. കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. ഇവയിൽ 3 കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി നിർവഹിക്കുന്നത് ഹരിത കേരളം മിഷൻ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ നിർവഹണം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തെളിനീരൊഴുകും നവകേരളം പദ്ധതി നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജൽ ജീവൻ മിഷൻ പദ്ധതി നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാർ. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇത് കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന പദ്ധതി തീരമൈത്രി. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതി വിദ്യാവാഹിനി. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്രതിഭാ തീരം. ഓക്കെ, താങ്ക് യു.